മോഹൻലാലിൻ്റെ ഒരു പഴയ സിനിമ, അദ്ദേഹത്തിന് 2 വീടുകളുണ്ട്. അപ്പം നഗരത്തിലൊരു വീട് ഒഴിപ്പിക്കാനും അത് വിൽക്കാനും ഒക്കെ അദ്ദേഹം ശ്രമം നടത്തുന്ന ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മോഹൻലാലും ശ്രീനിവാസനും കൂടാതെ കാർത്തിക എന്ന് പറയുന്ന നടിയും ഒക്കെ അഭിനയിച്ച സിനിമയാണ്. വളരെ പോപ്പുലറായ സിനിമയാണ്. ആ സിനിമയിലെ ഒരു രംഗത്തിൽ മോഹൻലാൽ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ചോര നീരാക്കിപ്പെടുന്നതാണ് ഈ 2 വീടുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഇന്നസെൻ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. തിരിച്ചു പറയുന്നൊരു വാചകമുണ്ട്, ഒരു RT ഓഫീസിലല്ലേ നിൻ്റെ അച്ഛന് ജോലി ഉണ്ടായിരുന്നത്, അപ്പോൾ അയാൾക്ക് ഒരിക്കലും 2 വീട് പണിയാനായിട്ട് ചോര നീരാക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന ശമ്പളം തന്നെ RT ഓഫീസിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് മലയാളികൾ അതിൻ്റെ ലോജിക്കിലൊന്നും ചോദ്യം ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ പറയുന്ന RT ഓഫീസിൽ ഒരുപാട് കൈക്കൂലി കിട്ടും എന്നുള്ളത്. പക്ഷേ നമ്മളൊക്കെ അധികം ശ്രദ്ധിക്കാത്ത മറ്റൊരു വകുപ്പാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഫോറസ്റ്റിലേക്ക് ജോലി കിട്ടിയാൽ പിന്നെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. മറ്റൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തന്നെ എന്നോട് പറഞ്ഞത്, നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് സമയവും നശിച്ചു പോകാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളവിടെ ജോലി കിട്ടിയാൽ എന്നുള്ളതാണ്. കാരണം കാട്ടിൽ ചെല്ലുമ്പോൾ, അത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരായി ചെല്ലുമ്പോൾ, റേഞ്ച് ഓഫീസർമാരായിട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ട് നമ്മളെ മൂടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് നാടൻ വാറ്റുചാരായം മുതൽ സ്ത്രീ വിഷയങ്ങൾ മുതൽ നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടും. എനിക്കറിയുന്ന ഒരു സുഹൃത്തിൻ്റെ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തിൻ്റെ ഫാദർ റേഞ്ച് ഓഫീസറായിരുന്നു. അദ്ദേഹം ആ റേഞ്ച് ഓഫീസർ ജോലി കൊണ്ട് തന്നെ നിരവധി ഭൂമി സമ്പാദിച്ചിട്ട വിവരം എനിക്കറിയാം. ഇതെല്ലാം ഇപ്പോൾ പറയാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വനനിയമം കൊണ്ടുവരാനായിട്ട് ഒക്ടോബറിൽ കേരളത്തിൻ്റെ മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരുന്നു. ആ വനനിയമം കൊണ്ടുവരുന്നതിനെ എതിർത്തുകൊണ്ട് നിരവധി കക്ഷികൾ രംഗത്തേക്ക് വന്നു. പ്രധാനമായിട്ട് വന്നത് PV അൻവറാണ്. PV അൻവർ വലിയ ജാഥ നടത്തുകയും പിന്നെ അതിനേക്കാൾ വലിയ പ്രതിഷേധം ക്രിസ്ത്യൻ സഭകളൊക്കെ തന്നെ ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്നലെ നമ്മുടെ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ചക്രവർത്തി, അദ്ദേഹം വന്നിട്ട് ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമവും ഞങ്ങൾ അംഗീകരിക്കില്ല, അതുകൊണ്ട് ഈ വന നിയമം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഈ വന നിയമം കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യണ്ടേ. കാരണം എന്തിനാണ് ഇപ്പം ഗവൺമെൻറ് ഇത്ര വലിയ താല്പര്യമെടുത്ത് ഈ വന നിയമം കൊണ്ടുവന്നത്? അതിന് ഗവൺമെൻറ് പറയുന്ന കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, വനത്തിലെ പുഴയിൽ നിന്ന് മണലൂറ്റുന്നു നിരന്തരമായി, അപ്പോൾ അത് തടയണം എന്നുള്ളതാണ്. പിന്നെ സ്ഫോടക വസ്തുക്കളും തോക്കുകളും ഒക്കെ ആയിട്ട് ആളുകൾ അകത്ത് കയറുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് സായുധ സമര പോരാളികളും വിരുദ്ധരും, അതായത് നക്സലൈറ്റ് പോലെയുള്ള ആളുകളൊക്കെ വനത്തിൽ അഭയം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കൂടാതെ ഇനി ബ്രോഡർ സെൻസ് പറഞ്ഞാൽ വനത്തെ പൂർണ്ണമായി പരിരക്ഷിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർക്ക് കുറേ കൂടി അധികാരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ വനത്തിനകത്ത് വെച്ച് ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിടികൂടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ വനമൊക്കെ നശിച്ചു പോകും എന്നുള്ളതാണ്. ഇതാണോ യഥാർത്ഥത്തിലുള്ള കാരണം? യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് പറയുന്നത്, NCPയുടെ നേതൃത്വത്തിൽ ശശീന്ദ്രൻ ഭരിക്കുന്ന ഒരു വകുപ്പാണ് ഫോറസ്റ്റ് എന്ന് നമുക്കറിയാം. ആ വകുപ്പിൽ നടക്കുന്നത് അങ്ങേയറ്റത്തെ കൊള്ളയാണ് എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത വ്യവസ്ഥയാണ്. കെ സുധാകരൻ ഇവിടെ വനമന്ത്രിയായിട്ടുണ്ട്. കെ സുധാകരന് പോലും അവിടുത്തെ ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, IFSകാരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇനി IFSകാരുടെ കണക്കൂടി പറയാം. കേരളത്തിൽ പോലീസിൽ 5 ലക്ഷത്തോളം ആളുകളുള്ളതിൽ IPSകാരുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1250. അതായത് ഒരു IPSകാരനുള്ളത് 1250 പോലീസുകാർക്കാണ്. പക്ഷേ ഫോറസ്റ്റിലുള്ളത് ഏതാണ്ട് 73 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു IFSകാരൻ എന്നുള്ളതിനൊക്കെ ഫോറസ്റ്റിലുണ്ട്. അപ്പോൾ ഇത്രമാത്രം IFSകാരുടെ ബാഹുല്യമാണ് ഈ കേരള ഫോറസ്റ്റിലുള്ളത്. എന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മയക്കുമരുന്നിലൊക്കെ സംഭവിക്കുന്നത് പോലെ, നമ്മുടെ സ്വർണ്ണക്കടത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഫോറസ്റ്റിനകത്ത് നിന്ന് തടി കടത്തിക്കൊണ്ട് പോകുന്ന, ഈട്ടിയും അതുപോലെ തേക്കുമൊക്കെ കടത്തിക്കൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ അവരുടെ അകത്ത് കഞ്ചാവ് കൃഷി ചെയ്യുന്ന എത്ര ആളുകളെ ഈ ഫോറസ്റ്റുകാർ പിടിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല, അവിടെയുള്ള ആദിവാസി ഗോത്ര സമുദായത്തിലെ ആളുകളെയൊക്കെ തന്നെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇവരെടുത്തിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയാതെ വേണ്ട, നമ്മുടെ ഇവിടെയുള്ള വനത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന
ക്രിസ്ത്യൻ മജോറിറ്റി ആയിട്ടുള്ള ആളുകൾ കടന്നുകയറ്റം നടത്തിയത് തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരതിൻ്റെയൊക്കെ സൈഡിൽ ചെന്ന് എല്ലുമുറിയെ പണിയെടുത്ത് കൃഷി ചെയ്ത് ജീവിച്ചവരാണ്. പക്ഷേ വനത്തിൻ്റെ ഭൂമി അവർ കയ്യേറിയവരാണ്. അവരെ കയ്യേറ്റക്കാർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുടിയേറ്റക്കാർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് ശരി തന്നെ. ഇനിയിപ്പോൾ അവരുടെ തലമുറകൾക്ക് മുമ്പൊക്കെ കയ്യേറിയതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ മാറ്റലൊന്നും എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കിയാൽ കേരളത്തിൽ ആകെയുള്ളത് 38,863 ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിൽ ആകെ ഉള്ളത്. ആ ചതുരശ്ര അടിയിൽ കിലോമീറ്ററിൽ തന്നെ ഏതാണ്ട് 1/3, അതായത് 11,309 കിലോമീറ്റർ വനപ്രദേശമാണ്. അതുപോലെ വനത്തിൻ്റെ വിസ്തൃതി കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. ഇനി പഞ്ചായത്തുകളുടെ കാര്യമെടുത്താൽ 940 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 436 പഞ്ചായത്തുകളും ഈ വനത്തിൻ്റെ അതിർത്തികളിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വന നിയമം കൂടുതൽ കർക്കശമാക്കുകയും ഈ ഫോറസ്റ്റിനൊരു ഗുണ്ടാരാജ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അധികാരങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അവർ ഈ ജനങ്ങളോട് മെക്കിട്ട് കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പം തന്നെ അതിൻ്റെ അടുത്തൊക്കെയുള്ള ആളുകൾ, ചുള്ളി പെറുക്കാൻ പോകുന്ന ആളുകൾ, അവരവിടെ നിന്ന് തേക്കിൻ്റെ കഷ്ണമൊക്കെ പെറുക്കിക്കൊണ്ടുവരുന്ന ആളുകളൊക്കെ തന്നെ ഈ വനത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരുപാട് സൗകര്യങ്ങളും മോശപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇത് സിനിമയിലും യഥാർത്ഥത്തിൽ ഫോറസ്റ്റിലുമാണ് ഇത്തരത്തിലുള്ള വലിയ കുഴപ്പങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ഒരു മന്ത്രിയെ കൊണ്ട് കഴിയില്ലെന്ന് മാത്രമല്ല, ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരും NCP പോലെയുള്ള പാർട്ടികളുമൊക്കെ ഇതിൻ്റെ വിഹിതം മേടിച്ച് കയ്യിലേക്ക് വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയാം. അതായത് നേരത്തെ പോലീസിന് ഉള്ള അധികാരമായിരുന്നു അറസ്റ്റ് ചെയ്യാനുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു ബീറ്റ് ഓഫീസർക്ക് മുതൽ അതിൻ്റെ മുകളിലുള്ള ഏത് ഓഫീസർക്ക് വേണമെങ്കിലും ഒരാൾ വനത്തിലേക്ക് കയ്യേറിയാൽ, ട്രസ്പാസ് ചെയ്താൽ അയാൾ അറസ്റ്റ് ചെയ്യാം. അപ്പം എത്തരത്തിലുള്ള അഴിമതിയായിരിക്കും നടക്കുക, എത്രത്തോളമായിരിക്കും ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരും ഒക്കെ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നിലവിലുണ്ടായിരുന്ന ഫൈൻ എന്ന് പറയുന്നത് 1000 രൂപ ഉണ്ടായിരുന്ന 5000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. ഈ നിയമത്തിലുള്ള കാര്യമാണ്. ഈ 5000 രൂപ ഉണ്ടായിരുന്ന 25,000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് വർദ്ധിപ്പിക്കുമ്പോഴുള്ള ഗുണം ഇതിനനുസരിച്ച് കൈക്കൂലിയും കൂടും. അതായത് 500 രൂപ ഫൈൻ ഈടാക്കേണ്ടതിന് ചിലപ്പോൾ നമ്മളൊരു 100 രൂപ പോലീസുകാരനോ അല്ലെങ്കിൽ 100 രൂപ ഫോറസ്റ്റ് ഓഫീസർക്കോ കൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നമ്മൾ ആ 500 രൂപ എന്നുള്ളത് 2500 രൂപയ്ക്കും എന്ത് സംഭവിക്കും? അവൻ 500 രൂപയെങ്കിലും കൈക്കൂലി മേടിക്കും. ഇത്തരത്തിൽ കൈക്കൂലി കിട്ടാൻ സാധ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിച്ചത്. PV അൻവറിനെ പോലെയുള്ള ആളുകൾ, ചില ആളുകൾ കാർബൺ ഫണ്ട് ഗവൺമെൻറ്റിന് കിട്ടും, അത്തരത്തിലുള്ള വലിയ ഗുണങ്ങളുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ഏറ്റവും നെറ്റ് എഫക്റ്റ് ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഗവൺമെൻറ് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഈ പിരിവ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളായി വലിയ തോതിലുള്ള രാഷ്ട്രീയക്കാരും ആ രാഷ്ട്രീയക്കാരെ പിൻപറ്റിക്കൊണ്ട് കീ പോസ്റ്റുകളിലേക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന റേഞ്ച് ഓഫീസർമാരും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾക്ക് വലിയ ഗുണങ്ങളുണ്ടാവും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇതിൽ വൻതോതിൽ അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വർക്കുകളിലും പണികളിലുമെല്ലാം തന്നെ, കാടിനകത്ത് നടക്കുന്ന പണികളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള അഴിമതിയാണ് നടക്കുന്നതെന്ന് മാത്രമല്ല, അവിടെയുള്ള ജനത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ചവിട്ടിക്കൊന്ന് മണി എന്ന് പറയുന്ന ഒരാൾ അന്തരിച്ചു. മറ്റൊരു ആദിവാസി യുവതി, പാവപ്പെട്ട അവർ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇത്തരത്തിൽ ഒരു 4 ലക്ഷത്തോളം വരുന്ന ആദിവാസി ഗോത്രവിഭാഗക്കാരായ ആളുകളെ സംരക്ഷിക്കുന്നതിനോ അവരുടെ വീടുകൾ സുരക്ഷിതമാക്കുന്നതിനോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ വലിയ ടൗണുകളിൽ ഫോറസ്റ്റ് ഓഫീസുകൾ എല്ലാ അത്യാഡംബരങ്ങളോടുകൂടി പണിതിട്ടിരിക്കുന്നു എന്നുള്ളതും കൂടാതെ ഈ ഫോറസ്റ്റിൽ ഉപയോഗിക്കുന്ന പണമൊക്കെ കൊണ്ട് തന്നെ വലിയ ഇന്നോവ ക്രിസ്റ്റ പോലെയുള്ള കാറുകൾ മേടിച്ച് വളരെ സുഖലോലുപതയിൽ ഇവരങ്ങനെ അഭിരമിക്കുകയാണ്. കൂടാതെ ഈ കാട്ടുകള്ളന്മാരുടെ അടുത്ത് മേടിക്കുന്ന കൈക്കൂലിയും കൊണ്ട് ഇവർ അതിസമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നു, ഒരു വിജിലൻസ് അന്വേഷണം കേരളത്തിലെ എല്ലാ IFS ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ നടത്തട്ടെ. അല്ലെങ്കിൽ കേരളത്തിലെ റേഞ്ച് ഓഫീസർ മുതൽ മോളിലോട്ടുള്ള ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പേരിൽ ഒരു അന്വേഷണം നടത്തി നോക്കട്ടെ. ഗവൺമെൻറ്റിനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഗവൺമെൻറ് ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പകരം 940 പഞ്ചായത്തിൽ 436 പഞ്ചായത്തുകളിലെയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ വലിയ തോതിൽ നടപടിയെടുത്തു. ഇനി നമുക്ക് അടുത്തത്, എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് പിൻവലിച്ചത് എന്ന് നോക്കാം. ഗവൺമെൻറ് ഇത് പിൻവലിക്കാനുള്ള കാരണം, PV അൻവറിനെ പോലെയുള്ള ആളുകൾ ഈ പ്രശ്നം സമൂഹത്തെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനെ പോലെയുള്ള വില കുറഞ്ഞ പ്രതിപക്ഷം, അവരൊക്കെ ഈ നാടിൻ്റെ ശാപമാണ്. അവർ 27-ാം തീയതി, ഈ 17-ാം തീയതി സഭ ചേരുകയാണ്.
പക്ഷേ ഈ നിയമം സഭയിൽ വരുത്തുക പോലും ചെയ്യരുത് എന്നാണ് PV അൻവർ പറഞ്ഞത്. കാരണം സഭയിൽ വന്നാൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, ഇത് പാസ്സാകും. പാസ്സായാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അനിയന്ത്രിതമായിട്ടുള്ള അധികാരം കിട്ടും. അങ്ങനെ അധികാരം കിട്ടിയാൽ അവർക്ക് തോന്നുന്ന ആളുകളെ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിൻ്റെ അധികാരം അവർക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് വരരുത് എന്നാണ് PV അൻവർ പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയൊക്കെ നയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിം ലീഗിൻ്റെയൊക്കെ നയം അവർ പറഞ്ഞിരുന്നത് 27-ാം തീയതി പ്രക്ഷോഭ പരിപാടികൾ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് 10 ദിവസവും കൂടി കഴിഞ്ഞിട്ടാണ് അവർ ഉറക്കം വേണ്ടിയിട്ട് പല്ലൊക്കെ തേച്ച് ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് വിചാരിക്കുന്നത്. എത്ര നിരർത്ഥകമാണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഏറ്റവും വലിയ പ്രതിഷേധമുണ്ടായത് എന്തുകൊണ്ടാണ്? ഏതാണ്ട് 1.25 കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ മലബാറിലെ ഏരിയകളിൽ മാത്രമുള്ള 67ഓളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ 67-ൽ ഏതാണ്ട് ഒരു 40ഓളം വരുന്ന മണ്ഡലങ്ങളിൽ ഇത് വലിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കുമെന്നും അതിൻ്റെ ഭാഗമായി തന്നെ ക്രിസ്ത്യൻ സഭകളൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധമുണർത്തുന്നുവെന്നും അവർ PV അൻവറിനോട് കൈകോർക്കുന്നുവെന്നും അവർ UDF-നോട് അല്പം ചായുന്നുവെന്നും മുഖ്യമന്ത്രിക്കുണ്ടായിട്ടുള്ള തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പിന്മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ഇരുന്ന് ഡയലോഗ് ഇടുന്നുണ്ട്. CPIക്ക് എതിർപ്പുണ്ടായിരുന്നു, കേരള കോൺഗ്രസിന് എതിർപ്പുണ്ടായിരുന്നു, അതുപോലെ മന്ത്രിമാർക്ക് ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു. അവരൊന്നും അറിയാതെ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ 2024 ഈ നിയമം ക്യാബിനറ്റ് അംഗീകരിച്ചത്. അതുകൊണ്ട് ഇവരുടെ ഒന്നും എതിരഭിപ്രായം കൊണ്ടല്ല ഇത് മാറ്റിയേക്കുന്നത്. ക്രിസ്ത്യൻ സഭകളുടെ വോട്ടിൽ വലിയ തോതിൽ കുറവുണ്ടാകുമെന്നും അത് മലബാറിൽ CPM ജയിക്കുന്ന മണ്ഡലങ്ങളെ പോലും അതീവ ഗുരുതരമായി ബാധിക്കുമെന്നും 6000-5000 വോട്ടിനൊക്കെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം ഇത് ചെയ്താൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ നൈസായിട്ട് അതിൽ നിന്ന് ഊരിയത്. അല്ലാതെ LDF-നകത്തോ UDF-നകത്തോ BJPക്കകത്തോ ഇതിന് തോതിൽ വലിയ പ്രതിഷേധമുണ്ടായിട്ടില്ല. PV അൻവറിൻ്റെ പ്രതിഷേധത്തെയും മറികടന്നു പോലും CPM-ന് ഇത് വേണമെങ്കിൽ നിയമസഭയിൽ പാസ്സാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതുപോലും ചെയ്യാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബിഷപ്പ് പഴമ്പാരി അടക്കമുള്ള ആളുകൾ നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉയർത്തിയതുകൊണ്ടാണ്. അതായത് ഇത് ഉത്തര കൊറിയയിൽ നടത്തേണ്ട നിയമമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നൈസായിട്ട് നമ്മുടെ പിണറായി വിജയൻ കാരണഭൂതൻ എന്ത് ചെയ്തത്, തല വലിച്ച് ഉള്ളിലേക്ക് പോയത്. ജനതാൽപര്യത്തിന് വിരുദ്ധമായിട്ടൊന്നും അദ്ദേഹം ചെയ്യില്ല എന്ന് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ വാസ്തവം. വനനിയമ ഭേദഗതി പിൻവലിച്ചതിൻ്റെ പിന്നിൽ.